ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എവിടെ നിൽക്കണമെന്ന് അറിയാമോ? നമ്മുടെ മൂന്നാർ പോണ റൂട്ടിൽ അടിമാലിക്ക് മുന്നേ ഇരുമ്പുപാലം എന്നുള്ള സ്ഥലത്ത് ഇപ്പോൾ 2 മാസമായിട്ടുള്ള തുടങ്ങിയിട്ട് വാക്സ് മ്യൂസിയത്തിലാണ്. എൻ്റെ പുറകിലാണ് നിൽക്കണത്. കണ്ടാ, ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. കാണിച്ചു. ഞാനേ പിന്നെ ഇവിടെ എത്തിപ്പെട്ടത് നൈറ്റിലായിപ്പോയി. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. നൈറ്റിലാണെങ്കിലും ഇങ്ങനെ ഒരു വാക്സ് മ്യൂസിയത്തിൻ്റെ വെറും വാക്സ് മ്യൂസിയം അല്ല, ഹരീസ് വാക്സ് മ്യൂസിയം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ സാധിച്ചതിലും കയറി കാണാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട്. നമുക്ക് അകത്തെ വിശേഷങ്ങൾ കാണാം. വാ. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അതെ ഇവിടെ വിവേകാനന്ദൻ്റെ ഒരു വാക്സ് സ്റ്റാച്ചു ഉണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ നമ്മളെല്ലാവരും വെൽക്കം ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മുടെ SRK ഷാരൂഖ് ഖാൻ കണ്ടല്ലോ അല്ലേ? ഷാരൂഖ് ഖാൻ്റെ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ ഞാൻ വിട്ടു. എൻ്റെ ഭയങ്കര ഒന്നും പറയണേ, ഞാൻ വിട്ടുപോയി. നെക്സ്റ്റ് ടൈം ആവട്ടെ. പിന്നെ ഇവിടെ സൽമാൻ ഖാൻ ഉണ്ട്. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് നോക്കിക്കോട്ടെ, ആരൊക്കെ നിൽക്കണത് നോക്കിക്കോട്ടെ. നമ്മുടെ മൈക്കിൾ ജാക്സൻ്റെ ഉണ്ട്. അതുപോലെ രൺബീർ കപൂർ. ഭയങ്കര മനോഹരമായിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പോഴും അപ്പുറത്ത് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീനിവാസൻ ചേട്ടൻ്റെ ഒരു വാക്സിൻ്റെ സ്റ്റാച്ചു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. പിന്നെ ഇപ്പുറത്ത് കലാഭവൻ ചേണ്ട കുടിക്കാരൻ ചങ്ങാതി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ ഗിന്നസ് പക്രുചേട്ടനുണ്ട്. പക്രുചേട്ടൻ്റെ വാക്സ് സ്റ്റാച്ചു ആണിത്. അതുപോലെ അടുത്തൊരു ഞാൻ പറയില്ലേ പല പല റൂം പോലെയാണ് സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ അടുത്തതിൽ ഇപ്പോൾ അമിതാഭ് ബച്ചൻ സാറുണ്ട്, രശ്മിക മന്ദന, പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ അല്ലു അർജുനുണ്ട്. ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടെ. ഇത് മൂന്നാർ റൂട്ടിലാണ്, അതിലേക്ക് ഞാൻ വരാം. അതിന് മുന്നേ ഇതൊന്ന് നമുക്കൊന്ന് ഓടിച്ചിട്ട് കാണാം, എന്നിട്ടാവാം. ഇപ്പുറത്ത് വിജയ് ഉണ്ട്. അതുപോലെ തൊട്ടപ്പുറത്ത് നമ്മുടെ APJ അബ്ദുൽ കലാം സാറ്, അദ്ദേഹത്തിൻ്റെയും വാക്സ് സ്റ്റാച്ചു ഉണ്ട്. പിന്നെ ഇത് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ അടിമാലി മൂന്നാർ റൂട്ടിൽ അടിമാലിക്ക് അടുത്ത് ഇരുമ്പുപാലത്തിൻ്റെ അവിടെയാണ് ഈ വാക്സ് മ്യൂസിയം ഉള്ളത്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അതുപോലെ ഫുട്ബോൾ ഇതിഹാസം മെസ്സി കണ്ടല്ലോ അല്ലേ? എന്താ ഭംഗിയായിട്ടാണ് ചെയ്യണതൊക്കെ. അതിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ. തൊട്ടിപ്പുറത്ത് ക്രിക്കറ്റിൻ്റെ വിരാട് കോഹ്ലിയുടെ ഉണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നരേന്ദ്രമോദിയുടെ ഉണ്ട് കണ്ടോ. അതുപോലെ അവിടെ നമ്മുടെ ദുബായ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയൻ്റെ അദ്ദേഹത്തിൻ്റെയും ഉണ്ട് കേട്ടോ. ഭയങ്കര ആ ഒരു കോസ്റ്റ്യൂമൊക്കെ പിടിച്ച് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ താരരാജാവ് മമ്മൂക്കയും മകനും. അതിൻ്റെ ഒപ്പം അവർ രണ്ടുപേരും നടക്കുന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നത് വേറെ ആരും. അതുപോലെ ജയലളിതയുടെ ഉണ്ട്, തിരുമേനിയുടെ ഉണ്ട്. ഇപ്പുറത്ത് SP ബാലസുബ്രഹ്മണ്യം, അതുകൊണ്ട് ദാസേട്ടൻ യേശുദാസ്. പിന്നെ അപ്പുറത്തെ റൂമിലാണ് ഞാൻ പറഞ്ഞ ശ്രീനിവാസൻ ചേട്ടൻ്റെ ഒരു സ്റ്റാച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പൂർത്തിയായിട്ടില്ല. പിന്നെ അവിടെ ഒരെണ്ണം റെഡി ആയതുണ്ട്, അതും കൂടി ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തന്നേക്കാം. മറ്റാരല്ല, സണ്ണി ലിയോൺ കണ്ടല്ലോ അല്ലേ? സണ്ണി ലിയോണിൻ്റെ ഒരെണ്ണം ഇതിവിടെ ചെയ്ത് തന്നെ ഉള്ളൂ. എന്തായാലും ഭാവിയിൽ ശ്രീനിവാസൻ ചേട്ടൻ്റെ അടിപൊളി ഒരു സ്റ്റാച്ചു അവരുടെ പേജിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ പേജ് ലിങ്ക് നമ്മളെ ഇൻസ്റ്റയിൽ ഇട്ടുന്ന വീഡിയോയിൽ കൊളാബ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. കയറി കാണുക. അപ്പോൾ ഞാൻ മമ്മൂക്കയുടെ ഒപ്പം ഫോട്ടോ ഒക്കെ എടുത്ത് വിജയുടെ ഒപ്പം എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഈ വാക്സ് മ്യൂസിയം ഞാൻ ഒരിക്കലും പറഞ്ഞിരുന്നു അടിമാലി മൂന്നാർ റൂട്ടിൽ അടിമാലിക്ക് തൊട്ട് മുന്നേ ഇരുമ്പുപാലം എന്ന് പറയുന്ന ആ സ്ഥലത്താണ്. അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഫോളോ ഇട്ടേക്കുക. ഇതുപോലുള്ള കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു, ബൈ.